ജോസഫ് സി മാത്യു, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഇപ്പോഴത്തെ ലോഡ് താങ്ങാൻ കഴിയുന്നില്ല എന്നപ്പോൾ താങ്കൾ വായിച്ച സന്ദേശമുണ്ടല്ലോ, താങ്കൾ വായിച്ച സന്ദേശമുണ്ടല്ലോ, ഇപ്പോഴത്തെ ലോഡ് താങ്ങാൻ നിലവിലെ ഇൻഫ്രാസ്ട്രക്ചറിന് കഴിയുന്നില്ല എന്ന ആ സന്ദേശം സത്യസന്ധമാണ് താങ്കൾ കരുതുന്നുണ്ട്? അതെ. അല്ല, ആ സന്ദേശം സത്യസന്ധമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതിന് കഴിവില്ല എന്നുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ സോളാർ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന് കീഴിലുള്ളതിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെയാണ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റം. വൈകുന്നേരം അതേ സ്ഥലങ്ങളിൽ 190 185 വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധാനത്തിന് ശേഷിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അജിംസെ, പവർ കിട്ടാനില്ല എന്നുള്ളത് വേറൊരു വസ്തുതയുണ്ട്, അത് സംസാരിക്കാം, അതിന് വില വളരെ കൂടുതലാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് നിലവിലുള്ള സംവിധാനത്തിനും ശേഷിയില്ല. അപ്പോൾ ഇവരുടെ പ്ലാനിങ് എന്താണ്? ഇവരെന്നിട്ട് പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് ഇൻഡക്ഷൻ കുക്കർ എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മുടെ ഒരു കിച്ചണും ഒരു പീക്ക് അവർ ഉണ്ടല്ലോ. KSEBക്ക് മാത്രമല്ലല്ലോ പീക്ക് അവർ. നമ്മുടെ എല്ലാ വീടുകളിലും അടുക്കളയുണ്ട്. നമ്മുടെ അടുക്കളയുടെ ഒരു പീക്ക് അവർ ഏതാണ്? അത് വൈകുന്നേരം ഉപയോഗിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഉച്ചക്കത്തെ ഉപഭോഗം എങ്ങനെയാണെന്ന് ഇവർ പറയട്ടെ. ഇവരതുകൊണ്ട് എന്ത് പ്രഖ്യാപനം? ഡാം തുറന്ന് ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് വിട്ടു. റൂൾ കർവ് പാലിച്ചില്ല. വൈദ്യുതി ഇങ്ങനെ തുളുമ്പ വെള്ളം വെക്കാമോ എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലം വന്നപ്പോൾ ജനങ്ങളുടെ മണ്ടയ്ക്ക് വിട്ടു. അപ്പോൾ അതിതീവ്ര മഴ, ഇപ്പോൾ അതിതീവ്ര ചൂട്, യുദ്ധം, ട്രംപ്, നെതന്യാഹു, ഇവിടുത്തെ ലൈനിന് ശേഷിയില്ല, ഇതെല്ലാം പറയുകയാണ്. പിന്നെ എന്തിനാണ് നമുക്കിങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്? നമുക്ക് സർക്കാരുകളെ മാറ്റിവെക്കാം. ശരി, ഈ സർക്കാരുകളും പ്രഖ്യാപനവും അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പും കൊയ്ത്തും എല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഈ KSEB എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് എന്ത് പ്ലാനിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്? അതിൽ ഇവർ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ തീർച്ചയായിട്ടും പ്രഗത്ഭരായി